വണ്ടി എടുക്കരുതെന്ന് ഇവിടുന്ന് എല്ലാവരും പരത്തി ഈ ചായക്കടയിൽ നിന്നവരും അവിടെ നിന്നവരും എല്ലാവരും കൂടി പറയും വണ്ടി എടുക്കല്ലേ ആള് അടിയിലുണ്ട്. പക്ഷേ സ്ത്രീക്കുട്ടി അതിൽ നിന്നും വിളിച്ചു പറഞ്ഞു. ഡോക്ടറായ സ്ത്രീക്കുട്ടി, ഡോക്ടറാണ്, ഒരു ജീവൻ രക്ഷിക്കേണ്ട സ്ത്രീക്കുട്ടി ആ കാറിൽ നിന്നും അജ്മലിനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, കാറിട്. അവര് ആ വണ്ടി അവിടെ നിർത്തി. അവൻ റിവേഴ്സ് എടുത്തിട്ട് പിന്നെ അതിനകത്ത് ശരീരത്തോടെ ഈ ഒരു ഭാഗത്തോടെ ഇടിച്ച് കയറ്റി. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളിക്ക് അടുത്തുള്ള ആലൂക്കവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ചിലപ്പം ദൃശ്യമാധ്യമങ്ങളിലൂടെയെല്ലാം കുറച്ച് ദിവസം വൈറലായിരുന്നൊരു വീഡിയോ ഉണ്ട്. 47 വയസ്സുള്ള കുഞ്ഞുമോൾ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ അതേ വളവിനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ ഈ പുറകിൽ വെച്ചായിരുന്നു ആ അപകടം നടന്നിരുന്നത്. കാര്യം അജ്മൽ എന്ന കൊടും ക്രിമിനൽ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. കാര്യം ഇടിച്ചിട്ട സമയത്ത് ഈ നാട്ടിലെ എല്ലാവരും ചുറ്റും നിന്നവർ വിളിച്ചു കൂവി പറഞ്ഞു കാർ എടുക്കരുതെന്ന്. പക്ഷേ സ്ത്രീക്കുട്ടി അതിൽ നിന്നും വിളിച്ചു പറഞ്ഞു. ഡോക്ടറായ സ്ത്രീക്കുട്ടി, ഡോക്ടറാണ്, ഒരു ജീവൻ രക്ഷിക്കേണ്ട സ്ത്രീക്കുട്ടി ആ കാറിൽ നിന്നും അജ്മലിനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു കാറിട്. ആ സ്ത്രീയുടെ മുകളിലൂടെ ഈ ചക്രം കറങ്ങി കയറിയാണ് പോയത്. ഇവിടെ നിന്നും ഏകദേശം കരുനാഗപ്പള്ളി വരെ 7-8 കിലോമീറ്റർ അവൻ പോകുന്ന വഴി മുഴുവൻ ഇടിച്ച വണ്ടികളെയും മതിലുകളും ഇടിച്ചു തെറിപ്പിച്ച് കരുനാഗപ്പള്ളി കോടതിക്ക് അടുത്ത് എന്നാണ് നാട്ടുകാർ ഈ അജ്മൽ എന്ന് പറയുന്ന ഈ കൊടും ക്രിമിനലിനെയും ഡോക്ടർ ശ്രീകുട്ടി എന്ന് പറയുന്ന ആ കൊടും കുറ്റവാളിയെയും പിടികൂടുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ മരിച്ചുപോയ കുഞ്ഞുമോൾ എന്ന് പറയുന്ന സ്ത്രീയുടെ ഒരു ബന്ധു നമ്മളുടെ കൂടെ സഹകരിക്കുന്നുണ്ട്. അപ്പം ബന്ധുവിൻ്റെ വാക്കുകളിലേക്ക് പോകാം. അന്ന് ഒരു വൈകിട്ട് ഒരു 5-5:45 5:45 നബിദിനമാണ് പിറ്റേ ദിവസം. അപ്പോൾ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും വരുന്ന തൊട്ടടുത്ത കടയൊന്നും ഇത്. അപ്പോൾ ഇവിടെ സാധനം മേടിക്കാൻ വേണ്ടി വന്ന് സാധനം വാങ്ങി റോഡിൽ നിന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് വണ്ടി കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു. വണ്ടി കാണാൻ പറ്റാത്ത ഒരു സൗണ്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ. വന്ന ഒരു ഒറ്റ ഇടിയായിരുന്നു. വണ്ടി അവിടുന്ന് ഇടിച്ച് പിന്നെ ഒരു ഇത്രയും മീറ്റർ കഴിഞ്ഞിട്ടാണ് വണ്ടി ആ ഡിയോ ബൈക്ക് നിന്ന് പിന്നെ നമ്മൾ ഹോസ്പിറ്റലൈസിൽ കൊണ്ടുപോയി. അവർ ആ വണ്ടി അവിടെ നിർത്തി. അവൻ റിവേഴ്സ് എടുത്തിട്ട് പിന്നെ അതിനകത്ത് ശരീരത്തോടെ ഈ ഒരു ഭാഗത്തോടെ ഇടിച്ച് കയറ്റി. വണ്ടി വീല് എടുക്കുന്നില്ല. നമ്മൾ റേസ് ചെയ്ത് വീല് കറക്കി അതിഭീകരമായിട്ട് വണ്ടി ഒരു നിർത്താതെ ഒറ്റൊരു പോക്കായിരുന്നു പോയത്. വണ്ടി എടുക്കരുതെന്ന് ഇവിടുന്ന് എല്ലാവരും പരത്തി ഈ ചായക്കടയിൽ നിന്നവരും അവിടെ നിന്നവരും എല്ലാവരും കൂടി പറയും വണ്ടി എടുക്കല്ലേ ആള് അടിയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നും കേൾക്കാതെ നേരെ പോയി അവിടെ ഒരു വളവ് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു മതിലിടിച്ച് കളഞ്ഞിട്ട് പിന്നെ നേരെ പോയിട്ടൊരു 3 കാറോളം ഇടിച്ച് സൈഡും അതിൻ്റെ മറ്റേ ബോണറ്റും ബമ്പറും എല്ലാം ഇടിച്ച് പിന്നെ നേരെ കൊണ്ടുവന്ന് കാരിക്കൂടെ ഒരു ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. ആ ഇക്കാടെ കാലേ കൂടെ തട്ടി നേരെ അങ്ങ് ഒരു ദിശയില്ലാതെ വളരെ അലക്ഷ്യമായിട്ട് വാഹനം ഓടിച്ച് പോവുകയാണ് ചെയ്തത്. ഇവിടെ ഇവര് പിന്നെ കരുനാഗപ്പള്ളി പുതിയ കോടതിയുടെ ഫ്രണ്ടിൽ വെച്ചാൽ അവിടെ വണ്ടി ഉണ്ടെന്ന് അറിയാൻ സാധിച്ചു. നിന്നവര് ഇവിടുന്ന് കുറെ പേര് ബൈക്കിൽ പോകുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളവരെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്ന കാറിൽ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോവുക. അവര് പറയുന്നത് വണ്ടി നിർത്തണ്ട, പോന്ന് പറയുകയാണ് ചെയ്തത്. അത് കേൾക്കുകയും അവൻ വണ്ടി എടുക്കുന്നതും ഒരുമിച്ചായിരുന്നു. അതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. അവര് വണ്ടി എടുക്കാൻ പറഞ്ഞതാണ് ഇവിടുത്തെ സാക്ഷിമൊഴികൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തത്. ഇവിടെ വെച്ചായിരുന്നു ഈ ഡിവോഴ്സ് നമ്മുടെ എൻ്റെ കൊച്ചാപ്പയുടെ വൈഫാണ്. 46 വയസ്സ്. അതോ തൊട്ടപ്പുറത്താണെന്ന് ഞാനത്. അതെ. ഇല്ല. ഞാൻ അജ്മലിന് അവനെ ഞാൻ കണ്ടിട്ടുണ്ട്, വ്യക്തിപരമായിട്ട് പരിചയമില്ല. അവൻ്റെ പഴയകാല കേസുകളൊക്കെ നേരത്തെ കേൾക്കുമ്പോഴൊക്കെ അറിയാം. മറ്റേ ചന്ദനക്കടത്തും പിന്നെ ചീറ്റിംഗ് കേസും ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴും വാർത്തകളിലൂടെ കേൾക്കുമ്പോഴെല്ലാം അറിയാം. ഡോക്ടർ ശ്രീകുട്ടി ഈ പറയുന്ന വ്യക്തി എവിടെ ഉള്ളതാണെന്നോ അവരെക്കുറിച്ച് പിന്നാണ് അറിഞ്ഞത്. ഡോക്ടറാണെന്നും പിന്നെ നെയ്യാറ്റിൻകര സ്വദേശിയാണെന്നും എല്ലാം പിന്നീടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അറിയുമ്പോഴാണ് അറിയുന്നത്. ഇതിനകത്ത് ഇപ്പോൾ വരുന്നൊരു സംഭവം, ഈ ഡോക്ടർ ശ്രീകുട്ടി MD എടുത്തിട്ടില്ല,
MD എടുക്കാതെ തന്നെയാണ് ഏതോ ഒരു ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിയുടെ ചീഫായിട്ട് ഇരിക്കുന്നത്. അതിനെപ്പറ്റിയൊന്നും അറിഞ്ഞിട്ടില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ വാർത്തകളല്ലേ പറയുന്നത്. ഇതൊന്നും കറക്റ്റായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. പോലീസുകാർ ഇത് ഏത് രീതിയിലാണ് ഈ കേസ് കൈകാര്യം? വളരെ നല്ല രീതിയിൽ തന്നെയാണ്. ഒരു തരത്തിലുള്ള പ്രജകൾക്ക് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും കൊടുക്കാതെ വളരെ നല്ല രീതിയിൽ തന്നെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനകത്ത് SI ഷാനോ സാർ എല്ലാം നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഏത് പോലീസ് സ്റ്റേഷൻ? ഇത് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷൻ പരിധി വരുന്നു. പോലീസുകാരെ നല്ല രീതിയിൽ തന്നെ തുറക്കുന്ന അവസാനം വരെ എല്ലാ കാര്യങ്ങളും. ഇത് ആക്സിഡന്റ് കഴിഞ്ഞൊരു 15 മിനിറ്റോളം ഹോസ്പിറ്റലിൽ എത്തി അവരെ പിടിക്കാനുള്ള സംവിധാനം 3-4 ടീമായിട്ട് എല്ലാം നല്ല വർക്കായിരുന്നു.